ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ തവണ നാട്ടിലേക്ക് പോയപ്പോൾ എടുത്ത നമ്മുടെ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇത്തവണത്തെ നമ്മുടെ പ്ലാൻ മൈസൂർ പോയി അവിടെ നിന്ന് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴി നാട്ടിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു. 3 ദിവസത്തെ യാത്രയുടെ ആദ്യ ദിവസം സമയാസമയത്ത് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിച്ച് ഇടയ്ക്കിടയ്ക്ക് ചായയൊക്കെ കുടിച്ച് നല്ല നല്ല പാട്ടൊക്കെ കേട്ട് അങ്ങ് വൈബാക്കി. രാത്രി ഏകദേശം 9-9:30 ആയപ്പോൾ മൈസൂർ എത്തി. അവിടെ നമുക്ക് നല്ല അഫോർഡബിൾ റേറ്റിൽ നല്ലൊരു റൂം തന്നെ കിട്ടി. നല്ല ക്ലൈമറ്റും ആയിരുന്നു അവിടെ. ചെറിയൊരു മഴയും തണുപ്പൊക്കെ ആയിട്ട് നല്ല വൈബായിരുന്നു. റൂമിൽ പിന്നെ TV ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചു നേരം TV ഒക്കെ കണ്ടിരുന്നു. നമ്മുടെ മൈസൂർ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കാമേ. നാട്ടിലേക്കുള്ള യാത്രയുടെ 2ാം ദിവസം മൈസൂരിൽ നിന്ന് തുടങ്ങി. ഇന്നത്തെ യാത്ര ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണല്ലോ എന്നോർത്തിട്ട് എനിക്ക് ടെൻഷനും തുടങ്ങി. പിന്നെ ഞാൻ കരുതി ഇപ്പോഴേ ടെൻഷൻ അടിച്ച് യാത്രയുടെ മൂഡ് എന്തിനാ കളയുന്നത്, കാടെത്തുമ്പോ ടെൻഷൻ അടിക്കാം എന്ന് വെച്ച് യാത്രയുടെ വൈബിലേക്ക് തിരികെ വന്നു. സത്യം പറഞ്ഞ ബൈ റോഡ് വഴിയുള്ള യാത്ര അതിന്റെ ഫീല് വേറെ തന്നെയാണ്. എനിക്ക് ശരിക്കും ട്രെയിനിൽ പോകുന്നതിനേക്കാളും ഫ്ലൈറ്റിൽ പോകുന്നതിനേക്കാളും ഒക്കെ ഒത്തിരി ഇഷ്ടം റോഡിലൂടെയുള്ള ഈ യാത്ര തന്നെയാണ്. ഫ്ലൈറ്റിലാണെങ്കിൽ വിൻഡോ സീറ്റ് കിട്ടിയിട്ടും ഒരു കാര്യവുമില്ല. പുറത്തേക്ക് നോക്കിയാൽ എപ്പോഴും ഒരേ മേഘങ്ങളെ തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ നേരം കഴിയുമ്പോൾ ആ മേഘം ഒന്ന് മാറി അടുത്ത മേഘം വരും, അത്ര തന്നെ. പിന്നെ ട്രെയിൻ യാത്ര കുറച്ചുകൂടി ബെറ്റർ ആണ്. എന്നാലും ട്രാക്കിന്റെ സൈഡിലുള്ള കാഴ്ചകളൊക്കെ കാണാൻ കഴിയൂ. പക്ഷെ റോഡിലൂടെയുള്ള യാത്ര അങ്ങനെയല്ല. ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും കാഴ്ചകൾ മാറിക്കൊണ്ടേയിരിക്കും. പുതിയ മനുഷ്യർ, പുതിയ വഴികൾ, പുതിയ അനുഭവങ്ങൾ. ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ ഓരോരോ കടകളിലൊക്കെ നിർത്തുമ്പോൾ അവിടുത്തെ വെറൈറ്റീസ് ഒക്കെ പരീക്ഷിച്ചു നോക്കാം. പിന്നെ ഓരോരോ സ്ഥലത്തെ വികസനങ്ങളും അവിടത്തേക്ക് റോഡുകളും എക്സ്പ്രസ് ഹൈവേയും ഒക്കെ അനുഭവിച്ചറിയാം. ഗ്രാമങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ അവിടുത്തെ ആളുകളുടെ ജീവിതശൈലിയും വേഷവിധാനങ്ങളും ഒക്കെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ എത്ര മനോഹരമായ അനുഭവങ്ങൾ നമുക്ക് ഈ റോഡ് യാത്രയിലൂടെ കിട്ടുമെന്നോ. ആക്സിഡന്റുകളൊന്നും ഇല്ലാതെ സുരക്ഷിതമായി ഡ്രൈവ് ചെയ്യാൻ പറ്റിയ റോഡ് യാത്ര തന്നെയാണ് ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാര്യം. അങ്ങനെ നമ്മുടെ യാത്ര ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കടന്നിട്ടുണ്ട്. ഫോറസ്റ്റിലേക്ക് കയറിയപ്പോ മുതൽ എന്റെ ഒരു കൈ പിടിച്ചാണ് ഞാൻ ഇരുന്നത്. എനിക്ക് അത്രയ്ക്ക് ടെൻഷനായിരുന്നു. കാരണം വേറൊന്നുമില്ല, ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാണ് ഇത്തവണത്തെ യാത്ര എന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ കുറെ സെർച്ച് ചെയ്തായിരുന്നു. നല്ല നല്ല വീഡിയോസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ആക്രമിക്കാൻ നിൽക്കുന്ന കൊമ്പന്മാരുടെ വീഡിയോസ് ആണ് ഞാൻ കൂടുതലും കണ്ടത്. കാര്യം ഞാനൊരു അരിക്കൊമ്പൻ ഫാനൊക്കെ ആണെങ്കിലും നാട്ടിൽ ഉത്സവത്തിന് വരുന്ന ആനയുടെ മുന്നിൽ പോലും ഞാൻ നേരെ പോയി നിൽക്കാറില്ല. പേടിയാണെങ്കിലും ആനയെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എലിഫന്റ് സോണാണ്, നിങ്ങളുടെ ജീവൻ നിങ്ങളുടെ കയ്യിലാണ് എന്നൊക്കെയുള്ള ബോർഡ് കാണുമ്പോൾ നെഞ്ചിടിപ്പ് കൂടി വരും. ചേട്ടനാണെങ്കിൽ പതിയാണ് ഡ്രൈവ് ചെയ്തതും. കാട്ടാന മുന്നിൽ ചാടുവോ ആക്രമിക്കുവോ എന്നൊക്കെ ഉള്ള പേടി ഉണ്ടായിരുന്നെങ്കിലും ഒരു നോക്കൊന്ന് കാണാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഒരാണയെ പോലും വഴി കണ്ടില്ല. ഞാൻ രാമനാമം ജപിച്ചിരുന്നോണ്ടാണ് ആനയൊന്നും കാണാൻ പറ്റാത്തതെന്ന് ചേട്ടൻ നാട്ടിൽ ചെന്ന് എല്ലാവരോടെയും പറഞ്ഞ് എന്നെ നാണം കെടുത്തുകയും ചെയ്തു. ശരിക്കും ഞാൻ പ്രാർത്ഥിച്ചത് ആക്രമണകാരികളായ കാട്ടാനകളൊന്നും മുന്നിൽ കാണല്ലേ, വഴിയിൽ വെള്ളം കുടിക്കാൻ വരുന്നതോ അല്ലെങ്കിൽ വെറുതെ ക്രോസ് ചെയ്ത് പോകുന്നതോ ആയ ആനകളെ മാത്രമേ കാണിച്ചു തരാവുള്ളൂ എന്നായിരുന്നു. പക്ഷെ ദൈവത്തിന് എന്റെ പ്രാർത്ഥന അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഒരാനെ പോലും കാണിച്ചെന്നില്ല. പക്ഷെ കാട്ടിലെ കുഞ്ഞു കുഞ്ഞു സുഹൃത്തുക്കളായ മാൻകൂട്ടങ്ങളെയും കുരങ്ങന്മാരെയും മയിലിനെയും ഒക്കെ ഒരുപാട് കാണാൻ പറ്റി. പിന്നെ വഴിയുടെ ഇരുവശങ്ങളിലുള്ള കൂറ്റൻ മരങ്ങളും ആ ഒരു പച്ചപ്പും നന്നായിട്ട് വീശി അടിക്കുന്ന തണുത്ത കാറ്റും അതുപോലെ തന്നെ നമ്മുടെ കാതിന് കുളിർമയേകാൻ കാടിന്റെ സ്വന്തം ശബ്ദങ്ങളും ആഹാ നല്ല വൈബായിരുന്നു. പച്ചപ്പും തണുപ്പും ഒക്കെ നിറഞ്ഞ ഈ കാട്ടുപാതയിലൂടെയുള്ള യാത്ര മനസ്സിന് നല്ലൊരു കുളിർമ നൽകി. തിരക്കുകളിൽ നിന്നൊക്കെ മാറി ഇതുപോലൊരു യാത്ര പോകുമ്പോഴാണ് ശരിക്കും മനസ്സൊന്ന് ശാന്തമാകുന്നതല്ലേ. ആനയെ കാണാൻ പറ്റാത്തതിൽ ചെറിയൊരു വിഷമം ഉണ്ടെങ്കിലും പേടിയോടുകൂടി തുടങ്ങിയ കാട്ടിലൂടെയുള്ള ഈ ഒരു യാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി മാറി. അങ്ങനെ കർണാടകത്തിന്റെ ബന്ദിപ്പൂർ ഫോറസ്റ്റും തമിഴ്നാടിന്റെ മുതുമല ഫോറസ്റ്റും താണ്ടി നമ്മൾ ഗൂഡല്ലൂർ ടൗണിലെത്തി. ഇനി കേരളത്തിന്റെ അതിർത്തിയായ നാടുകാണിച്ചുരത്തിലെ കാടുകൾ വഴി നേരെ നിലമ്പൂരിലേക്ക്. അങ്ങനെ കാടുകളൊക്കെ താണ്ടി അതിർത്തികളൊക്കെ കടന്ന് നമ്മൾ നേരെ നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് എത്തി. എത്രയൊക്കെ യാത്ര ചെയ്താലും നമ്മുടെ സ്വന്തം നാട്ടിലേക്ക് കാലുകുത്തുമ്പോ കിട്ടുന്ന സന്തോഷം അത് വേറെ തന്നെയാണ്. കേരളത്തിൽ എത്തിയ പാടെ വയറു നിറയെ ഫുഡൊക്കെ കഴിച്ചു. കേരളത്തിൽ എത്തിയാ പിന്നെ വൈകുന്നേരം ഡ്രൈവിന്റെ ഇടയിൽ ഒരു ചായയും കടിയും ഇല്ലാതെ എന്ത് യാത്ര. ചായയോടൊപ്പം എന്റെ ഓൾ ടൈം ഫേവറേറ്റ് പഴംപൊരി കൂടി ആയപ്പോ കളറായി. ചൂട് ചായയും പഴംപൊരിയും കോമ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് കമന്റ് ചെയ്യണേ. വൈകുന്നേരം ആയപ്പോ നമ്മൾ തൃശ്ശൂർ എത്തിച്ചേർന്നു. അവിടെ റൂം എടുത്തിട്ട് നമ്മൾ നേരെ പോയത് ഗുരുവായൂർ അമ്പലത്തിലേക്കാണ്. ഗുരുവായൂരപ്പനെ കണ്ടു തൊഴുത് മനസ്സ് നിറയെ പ്രാർത്ഥിച്ചിറങ്ങിയപ്പോ നല്ലൊരു പോസിറ്റീവ് വൈബ് കിട്ടി. ഈ യാത്രക്കിടയിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യമായിരുന്നു ഗുരുവായൂർ ദർശനം. ഗുരുവായൂർ പോയ വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടേ. അങ്ങനെ 2ാം ദിവസം അവിടെ സ്റ്റേ ചെയ്ത് 3ാമത്തെ ദിവസം രാവിലെ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അങ്ങനെ ഒരുപാട് നല്ല നല്ല കാഴ്ചകളും സന്തോഷങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നിറഞ്ഞ നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനം
അവസാനിക്കുകയാണ്. എന്നും ഓർത്തു വെക്കാനുള്ള ഒരുപിടി ഓർമ്മകൾ സമ്മാനിച്ച ഞങ്ങളുടെ ഈ കുഞ്ഞു ട്രിപ്പിന്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു യാത്രയുടെ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാമേ. ബൈ.